എല്ലാവർക്കും നമസ്കാരം. അഞ്ചരക്കണ്ടിയിലെ നിധിൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഡോക്ടർ പ്രതികരിച്ച് കണ്ടില്ല, ഡോക്ടർക്കൊന്നും പറയാനില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞെട്ടൽ എന്നല്ല എനിക്ക് തോന്നിയത്, ഞെട്ടലല്ല എനിക്ക് വന്നത്. ഇത് സംഭവിച്ചത് നമ്മൾ പുച്ഛിച്ച് സംസാരിക്കുന്ന ബീഹാറിലോ യു പിയിലോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. നമ്മൾ പഠിപ്പും വിവരവും വിവേകവും അല്ലെങ്കിൽ പുരോഗമനമാണ് അല്ലെങ്കിൽ പുരോഗമിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞെട്ടലിനെക്കാട്ടൊക്കെ ഉപരി ഒരു വല്ലാത്ത നാണക്കേടും ആണ് തോന്നിയത്. ഇത് നമ്മുടെ സ്വന്തം നാട്ടിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്താ പറയേണ്ടത്? നമ്മുടെ കേരളത്തിൽ എല്ലാവരും വളരെ പ്രോഗ്രസീവാണ്, ജാതി മത ചിന്തകൾ ആരുടെ മനസ്സിലും ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു എന്താ പറയുക, സ്വർഗമൊന്നും നമ്മുടെ കേരളമായിട്ടില്ല. ഇന്നും മനസ്സിൽ ജാതിയും മതവും നിറവും എല്ലാം കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതിത്രത്തോളം പുറത്തേക്ക് വമിപ്പിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇതൊക്കെ കാണിക്കുന്ന അധ്യാപകർ, അതും ഡോക്ടർമാർ ആവാൻ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇവരെ പഠിപ്പിക്കുന്നവരും ഡോക്ടർമാരാണല്ലോ. അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല, ഇവരൊക്കെ എല്ലാവരും നല്ല പോലെ അഭ്യസ്ത വിദ്യരാണ്. ഈ ഡോക്ടർമാർക്കൊക്കെ എത്രയോ നാളത്തെ പരിചയ സമ്പത്തുണ്ട്, ജീവിത അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒന്നും കുറവല്ല. പിന്നെ ഇവർക്ക് എന്തിൻ്റെ പ്രശ്നമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ ലോകം കണ്ട് പഠിച്ച് ഇത്രയും വയസ്സായിട്ട് ഇരിക്കുന്ന, എന്തായാലും ഒരു 50 വയസ്സിൽ മുകളിലുണ്ടല്ലോ ഈ പറയുന്ന ടീച്ചർമാർക്കൊക്കെ, ഇവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിക്കോട്ടെ ഇത്തരത്തിലുള്ള വിഷമൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ ഇത് ഒരു നാണക്കേടും ഇല്ലാതെ ഇന്ന് അവിടുത്തെ പല കുട്ടികളും പ്രതികരിച്ചിരിക്കുന്ന വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുട്ടികളെ ബോഡി ഷേമിങ് ചെയ്യുക, കറുത്ത ആള്, വെളുത്ത ആള്, മെലിഞ്ഞ ആള്, തടിച്ച ആള്, വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ കളിയാക്കുക, പിന്നെ ഇന്റേണൽസ്, അതായത് ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ മാർക്ക്. അപ്പൊ പലരും താഴെ വന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം കണ്ടു, എന്റെ കുട്ടികളെ ഇതൊക്കെ നിങ്ങൾ പ്രതികരിക്കണ്ടേ, ഇതൊക്കെ പേടിച്ച് മിണ്ടാതിരിക്കണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ? നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പറ്റി അത്ര ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ MBBS-ഉം PG-യും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ. അന്നും ഇന്നും ഒക്കെ ഇത്തരത്തില് നമ്മൾ ജനഗണമന സിനിമ കണ്ടിട്ടില്ലേ? ജനഗണമന സിനിമയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD-ക്ക് പഠിപ്പിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഇതേപോലെ തന്നെ അവിടെയുള്ള ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു ആളാണ് അവരുടെ തീസിസിന്റെ ടീച്ചർ, ഗൈഡ് എന്ന് പറയും, തീസിസ് ഗൈഡ്. അപ്പൊ ആ ഗൈഡ് അപ്രൂവ് ചെയ്താൽ മാത്രമേ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അത് സബ്മിറ്റ് ചെയ്താലാണ് അവർക്ക് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ. ഇവരുടെ സഹായം ഇല്ലാതെ നമുക്ക് പാസ്സാവാൻ പറ്റില്ല. ഇന്റേണൽ അസസ്മെന്റ് മാർക്കുകളുണ്ട്, പരീക്ഷകളുണ്ട്. അപ്പോൾ ഇവരാണ്. അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഇതെടുക്കുമ്പോൾ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്കിന് വലിയ ഒരു വെയിറ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന് മാർക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മാർക്ക് കുറയും. അതിനേക്കാളൊക്കെ ഉപരി ഇനി ഇന്റേണൽ എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാമിന് എക്സ്റ്റേണൽസ് വരും. വേറെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അല്ലെങ്കിൽ ഡെന്റൽ കോളേജുകളിൽ നിന്ന് ഡോക്ടേഴ്സാണ് നമ്മുടെ എക്സാമിന് വരിക. അല്ലാതെ നമ്മുടെ സ്വന്തം ഡോക്ടേഴ്സ് അല്ല, നമ്മുടെ ടീച്ചേഴ്സ് അല്ല. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സിനും അവരുടെ കൂടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ഡോക്ടർമാര് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് എക്സ്റ്റേണൽ എക്സാമിനർ ആയിട്ട് പോവുകയാണെന്ന് വെക്കും, ഡോക്ടറായിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ പഠിപ്പിക്കുന്ന ആരെങ്കിലുമൊക്കെ എനിക്ക് പരിചയക്കാരെ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലൊക്കെ എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് ആയിട്ട് വിളിക്കുന്ന ഡോക്ടർമാര് അധികവും ഇവിടെയുള്ള ആളുകളുടെ പരിചയക്കാരായിരിക്കും. ഇപ്പൊ നമ്മുടെ അവിടെ പഠിപ്പിക്കുന്ന ഡോക്ടർമാരുടെ പരിചയക്കാരായിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ, ഇവരങ്ങോട്ടും പോകും, അവരിങ്ങോട്ടും വരും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ രീതികൾ. അതിപ്പോൾ മെഡിക്കലും ഡെന്റലും മാത്രമല്ല, ജനറലി അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു രീതി. അപ്പൊ എന്താണ് അടുത്ത ഭീഷണി? ഇവിടെ ഞങ്ങൾ പറഞ്ഞതിന് എന്തെങ്കിലും മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കണ്ണിലെ കരടായി കഴിഞ്ഞാൽ, ഒന്നാമത് നിങ്ങളുടെ ഇന്റേണൽ എക്സാമിന് ഞങ്ങൾ മാർക്ക് കുറച്ച് നിങ്ങളെ പൊട്ടിക്കും. രണ്ടാമത് എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് ഒക്കെ നമ്മുടെ കൂട്ടുകാരാണ്, അവരോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ പൊട്ടിക്കും. ഇതൊന്നും കേട്ടുകേൾവിയോ കഥയൊന്നുമല്ല, ഇതൊക്കെ അനുഭവിച്ചത് തന്നെയാണ് ഞങ്ങളെ പോലെ. എനിക്കൊക്കെ കൃത്യമായ അനുഭവങ്ങളുണ്ട്. ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ചോര തിളയ്ക്കുന്ന അനുഭവങ്ങൾ ഞാൻ MBBS-ന് പഠിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പല പോസ്റ്റിങ്ങുകൾ വരും, സർജറി, മെഡിസിൻ, ഗൈനക്ക്. അപ്പൊ ഇവിടെയൊക്കെ അവിടെ ലെക്ചേഴ്സ് ആയിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആയിട്ട്, പ്രൊഫസേഴ്സ് ആയിട്ടൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് കുറെ നല്ല ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ
പാഷണത്തിൽ കൃമി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചെണ്ണെങ്കിലും വളരെ മോശം ആളുകളുണ്ടായിരിക്കും. എനിക്കൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാണല്ലോ, ഞാനൊക്കെ MBBS പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ എത്രയോ പേര് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ബോഡി ഷേമിങ് കമന്റുകൾ നമ്മളെ പച്ചയ്ക്ക് മോശം പറയും. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് ഇപ്പൊ ഒരു 10, 25, 30, 35 വയസ്സിന്റെ ഉള്ളിലുള്ള ആണുങ്ങളായിരിക്കും. അവര് നമ്മുടെ ടീച്ചേഴ്സായിട്ട്, ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ലെക്ചറേഴ്സ് ആയിട്ട് അങ്ങനെയുള്ള വലിയ സീനിയേഴ്സ് ആയിട്ടുണ്ടാവില്ല, ഇടയിൽ നിൽക്കുകയായിരിക്കും. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിനും ഒക്കെ നമ്മുടെ ടീച്ചർമാരും നമുക്ക് മാർക്കിടാനൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പൊ ഇവരെ നമുക്ക് പിണക്കാൻ പറ്റില്ല. പിണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ പൊട്ടിക്കും, നമ്മളെ അഡീഷണൽ ആക്കും. നമ്മുടെ പരീക്ഷ അവരുടെ കയ്യിലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ പറ്റി മോശം പറയും. നമ്മുടെ സീനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഇവർക്ക് നല്ല പിടിപാടുണ്ടായിരിക്കും. അപ്പൊ നമ്മളെ പറ്റി വളരെ മോശം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കും അവർക്ക് ഇടയിലുള്ള ഒരു ലിങ്ക് കൂടിയാണ് ഇവര്. അപ്പൊ ഇവരെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളെ ഉപദ്രവിക്കും. അപ്പോ പലപ്പോഴും സർജറി പോസ്റ്റിങ്ങിലൊക്കെ സർജറിയൊക്കെ നമ്മൾ ഇവരെ അസിസ്റ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരായിരിക്കും സർജറി ചെയ്യുക. അപ്പൊ നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടാണല്ലോ പഠിക്കുക. ആ സമയത്തൊക്കെ നമ്മളെ പറ്റി വളരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അതായത് ഡബിൾ മീനിങ് ഉള്ള തമാശകൾ പറയും. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും പറയാൻ പറ്റുമോ, പ്രതികരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയുകയാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് കൂടി പറയുകയാണ്, മെഡിക്കൽ ഫീൽഡിലും ഡെന്റൽ ഫീൽഡിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെയൊക്കെ കാലം പറഞ്ഞാൽ ഞാൻ 2001 MBBS ജോയിൻ ചെയ്ത ആളാണ്. 2001 ജോയിൻ ചെയ്ത് 2006 ഞാൻ പാസ് ഔട്ടായി. ആ ഒരു 6 കൊല്ലത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പേ, ഇപ്പൊ 2026 നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എത്ര വർഷമായി? 25 വർഷമായി ഞാൻ MBBS ജോയിൻ ചെയ്ത്. 2001 25 വർഷങ്ങൾക്ക് മുമ്പെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ അനുഭവിക്കുമ്പോൾ 2004, 2005, 2006 സമയമൊക്കെയാണ്. അന്ന് ഇത്തരത്തിൽ കുറേ എന്താ അവരെ ഞാൻ പറയാ, പേവേർട്ടുകള്, വളരെ മോശം. എനിക്കൊരു 4-5 പേരെങ്കിലും ഇപ്പോഴും പറയും. ഞാൻ ഇപ്പോൾ അവരുടെ പേരെടുത്ത് പറയാത്തത്, ഇന്ന് അവരൊക്കെ എവിടെയെങ്കിലും വലിയ വലിയ ഡോക്ടർമാരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും. അവർക്കൊരു കുടുംബവും കുട്ടിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നീ ഇപ്പൊ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് വെച്ചിട്ട് എന്തായാലും ഞാൻ അന്നും പറയേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ പല പ്രതികാര നടപടികളും നേരിടേണ്ടി വന്നൊരു ഹിസ്റ്ററി കൂടി എനിക്കുണ്ട്, എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ട്. ഇതിനെതിരെ പ്രതികരിച്ചതിന് എനിക്ക് കൃത്യമായിട്ടുള്ള പ്രതികാര നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവിടെ വന്ന് പ്രതികരിച്ചൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വന്നത്, ഞാൻ 20-25 വർഷം മുമ്പ് അനുഭവിച്ചത് ഇന്നും ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ ഇന്റേണൽ മാർക്ക് കുറയ്ക്കും, എക്സ്റ്റേണലിനോട് പറഞ്ഞ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്നും കുട്ടികളുടെ അടുത്ത് ഇത്രത്തോളം ജാതി വെറിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികളുമായിട്ട് ഇന്നും മനുഷ്യന്മാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതിൽ അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്ന് ഒരു പുരോഗമനം. ഞാൻ അന്ന് വിചാരിച്ചത് ഇന്നൊക്കെ കുറെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ, നിസ്സഹായതയും അല്ലെങ്കിൽ നിരാശയും തോന്നുകയാണ് വളരെയധികം. അപ്പൊ എനിക്ക് ഇന്നത്തെ മക്കളടുത്ത് പറയാനുള്ളത്, അന്ന് എന്നപ്പോ ഞാനൊക്കെ ആ സമയം 18, 19, 20 വയസ്സിലൊന്നും ഇന്നിപ്പോ ഈ കാണുന്ന പോലെ പെൺകുട്ടികൾ ഇത്രത്തോളം പഠിച്ച സ്വന്തം കാലിൽ നിന്ന് ആ ഒരു ആർജവത്തോടു കൂടി ഇന്നിപ്പോ ഞാൻ എൻ്റെ മകളോട് എന്താണോ പറഞ്ഞത്, അവൾ എങ്ങനെ പെരുമാറണം എന്നാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല, അല്ലെങ്കിൽ പെരുമാറാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ തുല്യ ഏജുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ വളരെയധികം എംപവേർഡ് ആണ്, അല്ലെങ്കിൽ ആവണം. പെൺകുട്ടികളല്ല ആൺകുട്ടികളും, നിങ്ങൾ എല്ലാവരും അങ്ങനെ ആവണം. ഞങ്ങൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ നേരിടേണ്ടി വന്ന ഇങ്ങനെയുള്ള അപമാനങ്ങളൊന്നും നിങ്ങൾ നേരിടരുത്. നമ്മൾ മുന്നോട്ടല്ലേ നടക്കുന്നത് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ. നിങ്ങൾ പേടിക്കരുത് മക്കളെ. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറയൂ, നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയൂ. നിങ്ങൾ ആരാണോ നിങ്ങൾ സീക്ക് ഹെൽപ്പ്. നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നവരെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. ഒരിക്കലും ഇതിന് നിന്നു കൊടുക്കരുത് മക്കളെ. എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം ആ തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജനറേഷനിലുള്ള ആളുകൾ നിവൃത്തികേട് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, കാരണം ഇങ്ങനെയുള്ള ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന എംപവേർഡ് ആയിട്ടുള്ള ഒരു സമൂഹം അല്ലായിരുന്നു അന്ന്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാവരും കുറച്ചുകൂടി അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രീഡത്തെ പറ്റിയിട്ടോ നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ടോ എത്രത്തോളം ഒരു ബോധ്യം അന്നില്ല. ഇന്ന് ഇപ്പൊ എന്നോട് ആരെങ്കിലും അങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യം എൻ്റെ അടുത്തുണ്ട്. ചെപ്പ നോക്കി ഞാനൊന്ന് പൊട്ടിക്കും. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ ഇന്നത്തെ മക്കളെങ്കിലും അങ്ങനെ ആവരുത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഇന്ന് പഠിക്കുന്ന എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോട് പറയുന്നത്, അത് നിങ്ങൾ ഡെന്റൽ കോളേജ് ആവട്ടെ, മെഡിക്കൽ കോളേജ് ആവട്ടെ, ഏത് കോളേജിലും ആവട്ടെ, നിങ്ങളുടെ ടീച്ചർമാരിൽ ആരെങ്കിലും ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കണം. അവരെ നിങ്ങൾ സമൂഹത്തിന്റെ പുറമെ അവരുടെ തനി നിറം നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം.
അതിന് എന്ത് നടപടിയാണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഒരിക്കലും പേടിച്ച് മിണ്ടാതിരിക്കരുത് മക്കളെ. ഓക്കെ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ഞാൻ അന്ന് അങ്ങനെ ഞാൻ ചെയ്തു കേട്ടോ, ഞാൻ ചെയ്തു, എന്നെ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ മിണ്ടാതെ അത് സഹിച്ച് ജീവിച്ച എനിക്ക് തന്നെ അനുഭവമുണ്ട്. സോ അത് നിങ്ങൾക്കും കൂടി സംഭവിക്കരുത് മക്കളെ. ഇനിയും നമ്മുടെ ഇടയിൽ ഒരു നിധിൻ ഉണ്ടാവരുത്, ഒരു കുഞ്ഞിൻ്റെയും ജീവൻ നമുക്ക് നഷ്ടപ്പെടരുത് കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സോ എനിക്ക് പറയാനുള്ളത് അച്ഛനമ്മമാരോടും കൂടിയും നിങ്ങളടുത്തും കൂടിയാണ്, അച്ഛനമ്മമാരടുത്തും കൂടിയാണ് പറയുന്നത്. നിങ്ങളുടെ മക്കളെ പഠിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അവിടെ അവർക്ക് സുഖമാണോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ലാതെ എങ്ങനെയെങ്കിലും എന്തും സഹിച്ചിട്ട് അവരെ ഡോക്ടർമാരും ഡെന്റിസ്റ്റുകളൊന്നും ആക്കിയിട്ട് കാര്യമില്ല. അവരെന്ത് പഠിച്ച് എന്ത് ഡിഗ്രി വാങ്ങിയിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ സഹിക്കുക, ശ്രമിക്കുക എന്നൊന്നും ദയവീത് അവരോട് പറയില്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. സോ പ്രതികരിക്കണം, ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. എനിക്ക് അത്രയാണ് ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.